ഈ ഹ്യൂമറിൽ നിന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേട്ടൻ 20 വർഷം പൂർത്തിയാക്കാണെന്ന് തോന്നുന്നു ഈ ഒരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ അല്ലെ? അപ്പൊ ഒരു ഇത്രയും കാലഘട്ടത്തില് ഒരു ഹ്യൂമർ മലയാളികൾ ചിരിപ്പിച്ചിരുന്ന ഒരു വ്യക്തി ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ കരയിപ്പിക്കുന്ന ഒരു വ്യക്തിയായി മാറിയപ്പോ അതിലൊരു ഒത്തിരി ഇച്ചിരി കാലം എടുത്തോ പറഞ്ഞ അങ്ങനെ പ്രതീക്ഷിച്ചൊരു വേഷം കിട്ടാനായിട്ട്? അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മുടെ കൂടെ സിനിമ വരണമെന്നില്ല. നമ്മളിപ്പോൾ വിചാരിക്കണ പോലെ തന്നെ നമ്മുടെ കൂടെ സിനിമ എങ്ങനെ സഞ്ചരിക്കുന്നു നമ്മളെപ്പോഴും കൂടെ ഉണ്ടാവുക. നമുക്ക് എപ്പോൾ വന്നാലും ചെയ്യാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പ് നമുക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ അത് പരീക്ഷിക്കാനുള്ളൊരു തയ്യാറെടുപ്പ് നമ്മൾ നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ നടന്മാർക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ നമ്മളെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള, ഇപ്പം നമ്മുടെ അച്ഛൻ വലിയ ആളാണെങ്കിൽ നമുക്കൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാം, എന്തായാലും നായകനാക്കിയിട്ടോ വില്ലനാക്കിയിട്ടോ. അങ്ങനെയൊന്നും നമുക്ക് പറ്റൂല, വരണ്ടേ. അപ്പോൾ വരാൻ എനിക്ക് തോന്നുന്നത് കലാകാരന്മാർക്കും കലാകാരികൾക്കും അങ്ങനെ തന്നെയാണ്. ഒരുപാട് നാളും കാത്തിരുന്നിട്ട് അങ്ങനെ വരുമ്പോഴാണ് നല്ല സാധനങ്ങൾ കിട്ടുന്നത്. ഉണ്ടാവും. ഇത്രയും വർഷം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പരിപാടികളോ കാര്യങ്ങളുണ്ട്. നമുക്ക് ഇവിടെ തന്നെ എനിക്ക് തോന്നുന്നത് ആ ടെൻഷനൊക്കെ ഇല്ലാണ്ടാവുന്നത് എനിക്ക് തോന്നുന്നു ഫ്ലവേഴ്സിൽ, നമ്മുടെ ചാനലിൽ ഞാൻ എപ്പോഴും എനിക്ക് പരിപാടി ഉണ്ടായിരുന്നു ഇവിടെ. കാരണം നമ്മുടെ എന്തായാലും എന്തൊക്കെ പ്രോഗ്രാം പുതിയത് വന്നാലും ഫ്ലവേഴ്സിൽ നമുക്കൊരു സീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഞാനൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് പോകണം. ഞാൻ കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിരുന്നു ഏറ്റവും കൂടുതൽ ശമ്പളം തന്നാക്കണം ശ്രീകണ്ഠ സാറാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.